വിശുദ്ധ അൽഫോൻസാമ്മയുടെ കബറിടത്തിലേക്കുള്ള പ്രധാന കവാടം ഇതാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി സീറോ മലബാർ കത്തോലിക്ക അതിരൂപതയിലെ കുടമാളൂർ ഇടവയിൽ ഉൾപ്പെട്ട ആർപ്പുക്കര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത് മകളായി 1910 ആഗസ്റ്റ് 19 അൽഫോൻസാമ്മ ജനിച്ചു. അന്നക്കുട്ടി എന്ന പേരാണ് അവർ മകൾക്ക് നൽകിയത്. കുടമാളൂർ പള്ളിയിൽ 1917 നവംബർ 27 അന്നക്കുട്ടി ആദ്യ കുർബാന കൈക്കൊണ്ടു. ജനുവരി 21 അന്നക്കുട്ടി മുട്ടുചിറ പള്ളിയിൽ വെച്ച് സ്ഥൈര്യലേപനം സ്വീകരിച്ചത്. കന്യാസ്ത്രീ ആകുന്നതിൻ്റെ ആദ്യപടിയായി 1928 ഓഗസ്റ്റ് 2 വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെ തിരുനാൾ ദിവസം കൂട്ടുകാരോടൊപ്പം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത മൂലമായിരിക്കാം മഠാധികാരികൾ അന്നേ ദിവസം അൽഫോൻസ എന്ന നാമവും അന്നത്തെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അങ്ങനെ അന്നക്കുട്ടിക്ക് അൽഫോൻസ എന്ന നാമം സ്വീകരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. സഭാവസ്ത്ര സ്വീകരണത്തിനായി അൽഫോൻസ ഭരണങ്ങാനത്ത് തിരിച്ചെത്തുകയും 1930 മെയ് 19 ഭരണങ്ങാനം ഫൊറോണ പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാമെത്രാൻ മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്നും മറ്റ് 7 പേരോടൊപ്പം സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. ജൂലൈ മാസം 28 ഞായറാഴ്ച രാവിലത്തെ കുർബാനയിൽ പൂർണ്ണമായും പങ്കെടുക്കാനായി അൽഫോൻസ നേരത്തെ തന്നെ ചാപ്പലിലെത്തി. കുർബാന ആരംഭിച്ച് അല്പസമയത്തിനകം അൽഫോൻസായെ പാരവശ്യം പിടികൂടി. വിഷമത കലശലായതിനാൽ അവൾ തൻ്റെ മുറിയിലേക്ക് നടന്നു നീങ്ങി കട്ടിലിൽ കിടന്നു. ഗബ്രിയേലമ്മ എത്തി അൽഫോൻസാമ്മയ്ക്ക് പരിചരണം നൽകി. രാവിലെ 8 മണിക്ക് ആരംഭിച്ച അവശതകൾ 2 മണിക്കൂറുകളോളം തുടർന്നു. മണിയോടെ അല്പം ശമനം ലഭിച്ചുവെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പാരവശ്യം വീണ്ടും തുടങ്ങി. രോഗാവസ്ഥ ഗുരുതരമായി തുടർന്നതിനാൽ അന്തികുദാശ നൽകുവാനായി വൈദികനെയും ഒപ്പം ഡോക്ടർമാരെയും വരുത്തി. രോഗം ശക്തിപ്പെട്ട് ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ അൽഫോൻസ അന്തരിച്ചു. അൽഫോൻസാമ്മയുടെ ധന്യജീവിതത്തിൻ്റെ പ്രസിദ്ധി അവളുടെ നാമകരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് അഭ്യർത്ഥനകളിലേക്ക് നയിക്കപ്പെട്ടു. നാനാ ദിക്കുകളിൽ നിന്നുള്ള അഭ്യർത്ഥനകൾ മാനിച്ച് പാലാരൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വയലിൽ നാമകരണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. ഇതിൻ്റെ ഭാഗമായി മെത്രാൻ്റെ നിർദ്ദേശപ്രകാരം പ്രാഥമിക അന്വേഷണം നടത്തുവാൻ മോൻ ജെ.സി. കാപ്പൻ നിയമിതനായി. മരിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8 അൽഫോൻസാമ്മയെ ജോൺ പോൾ 2 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. കോട്ടയത്ത് വെച്ച് അൽഫോൻസാമ്മയും ചാവറ അച്ഛനെയും ഒരേ ദിവസമാണ് വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചത്. 2007 ജൂൺ 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ട അൽഫോൻസാമ്മയുടെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം സ്ഥിരീകരിച്ചു. അത് സംഭവിച്ച രേഖയിൽ ഒപ്പുവെച്ചു.
2008 മാർച്ച് 1 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുകയും 2008 ഒക്ടോബർ 12 മറ്റ് 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം വാഴ്ത്തപ്പെട്ട അൽഫോൻസാമയെ വിശുദ്ധ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ജൂലൈ മാസം 19 മുതൽ 28 വരെ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ആഘോഷിക്കുവാൻ പതിനായിരങ്ങൾ അൽഫോൻസാമ ജീവിച്ചുതിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്നതുമായ ഭരണങ്ങാനത്ത് ഒത്തുചേരുന്നു.